നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. ഏറെ നാളിന് ശേഷമാണ് നമ്മൾ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓച്ചിറയിൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള പണികൾ കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ നാളിന് മുമ്പേ കുറേ ചുമന്ന മണ്ണ് കൊണ്ടുവന്ന് ഇറക്കി നികത്തി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് ഡ്രെഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് അവിടെ കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുന്നത്. പിന്നെ പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ ഓച്ചിറ പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ വന്ന് കയറുന്ന റോഡ് താണ്ടി ഈ ഒരു ഭാഗത്ത് വന്ന് ചേരുന്നത്. അപ്പോൾ അവിടെ പണി ഇതുവരെയായിട്ടും തുടങ്ങിയില്ല. ഇടത്തെ സൈഡിലായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇനി ആറിവാൾ ബ്ലോക്കും ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെയൊക്കെ പണി പുരോഗമിക്കാനുണ്ട്. അപ്പോൾ പഴയ റോഡ് കടന്നു പോകുന്ന ആ ഒരു സ്ഥലത്തായിട്ടാണ് അതിൻ്റെ പണി നടക്കേണ്ടത്. അപ്പം സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു വരണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ആറിവാൾ ബ്ലോക്ക് വെച്ച് തുടങ്ങാനുള്ള സാധ്യതയുള്ളൂ. നമ്മൾ വീഡിയോ എടുത്ത ദിവസം മെയ് 10, 2026 ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് 9 മണിക്കൊക്കെ ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണ്. നമ്മളിപ്പം ഓച്ചിറ കഴിഞ്ഞിട്ട് നേരെ അജന്ത ജംഗ്ഷൻ ഭാഗത്തോട്ടാണ് വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ മുക്കടയിലെ അണ്ടർപാസ് ആണ്. അതിന് മുമ്പേ നമ്മളിപ്പം അജന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ഒരു ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും പിന്നെ ഒരു കൾവർട്ടിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. അത് വലത്തെ സൈഡിലായിട്ട് കഴിഞ്ഞ ഭാഗത്തായിട്ട് ഒരു GSB ഒക്കെ ഇട്ട് നികത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്കായിട്ട് മുക്കട അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിൻ്റെയും പിന്നെ ഈ അജന്ത ജംഗ്ഷൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് പണി ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വലത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. നമുക്കിപ്പം വലത്തെ സൈഡിലുള്ള 3 വരി പണി നടക്കുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം കുറച്ച് ഫ്രിക്ഷൻ സ്ലാബും പിന്നെ കുറച്ച് ആറിവാൾ ബ്ലോക്കും ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിപ്പം നമുക്കിപ്പം ഫ്രണ്ടിലോട്ട് പോകുമ്പം മുക്കടൽ അണ്ടർപാസിന് വേണ്ടിയിട്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓച്ചിറയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിനും ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. അവിടെ തന്നെ ആറിവാൾ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം മുക്കടൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം റോഡിൻ്റെ പണി ഇപ്പം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി ഇപ്പം ഇത്രത്തോളം മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞേച്ച് അപ്പുറത്തെ സൈഡിലായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് പുരോഗമിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അണ്ടർപാസ് ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് യൂട്ടേണൊക്കെ എടുത്ത് തിരിച്ച് ഓച്ചിറ ഭാഗത്തോട്ട് പോകാം. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വലത്തോട്ട് റോഡുണ്ട്. നേരെ റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞിട്ട് കുറ്റിത്തെരുവ് ഭാഗത്തോട്ട് പോകുന്ന റോഡുണ്ട്. കായംകുളത്ത് നിന്ന് നേരെ കിഴക്കോട്ട് അടൂർ റൂട്ടിൽ ചെന്ന് കയറുന്ന റോഡാണ് ആ ഒരു റോഡ്. നമുക്കിപ്പം ആ ഒരു റോഡ് ഇപ്പോൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് നമുക്കിപ്പം ഈ ഒരു ഇപ്പം ചുമന്ന കാറ് പോകുന്ന വഴി നേരെ വലത്തോട്ട് കയറി പോകാൻ പറ്റുമായിരുന്നു. ആ ഒരു ഭാഗം ഇപ്പോൾ അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിശ്വസമുദ്ര. നമുക്കിപ്പം യൂട്ടേൺ എടുത്ത് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വന്നിട്ട് വലത്തോട്ട് കയറി തിരിഞ്ഞ് നേരെ കുറ്റിത്തെരുവ് ഭാഗത്തോട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളക്കാർ ഇപ്പം തിരിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തിരിഞ്ഞ് കയറി പോകാൻ പറ്റും. അത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞേച്ച് നമ്മളിപ്പം കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ പണി താണ്ട് ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ GSB ഒക്കെ ഇട്ട് നികത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്നതാണ് പുതിയ പാലം. വലതുഭാഗത്തായിട്ട് കാണുന്ന പാലം പഴയ പാലം തന്നെയാണ്. നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഈ പാലം പൊളിച്ച് പണിയുന്ന ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. പഴയ പാലം അതേപോലെ തന്നെ നിലനിർത്താനാണ് സാധ്യതയുള്ളത്. നമുക്കിപ്പം അത് അറിയാൻ പറ്റും. വലത്തെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു പാലത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്രാഷ് ബാരിയർ നിർമ്മാണം അവിടെ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. പഴയ പാലത്തിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഇപ്പം പുതിയതായിട്ട് ഇപ്പം ഡ്രൈനേജിൻ്റെ പണിയും അവിടെ വലത്തെ സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ കൃഷ്ണപുരം ഭാഗം കഴിഞ്ഞേച്ച് നേരെ KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാണ്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ആക്റ്റീവായിട്ട് നടക്കുന്നില്ല. പക്ഷേ കുറച്ച് ലോഡ് ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണ് ഈ ഒരു ഏരിയയിലായിട്ട് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പറയത്തക്ക രീതിയിൽ ഇപ്പം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം മുക്കടൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ താണ്ട് ഈ ഒരു KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഒരു അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ടുള്ള മാറ്റങ്ങളാണ് പുതിയതായിട്ട് ഇപ്പം
മാറ്റങ്ങൾ വലുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടെല്ലാം പഴയ പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്കിപ്പം മുക്കട മുതൽ ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളെടുത്ത് നിങ്ങളെ കാണിക്കാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ പലരും ചോദിക്കും പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ KPSC ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കായംകുളം ഭാഗത്തോട്ടാണ് പെട്ടെന്ന് ചെല്ലുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനിടയ്ക്കായിട്ടുള്ള സ്ഥലത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കാമെങ്കിൽ ഇതാണ്ട് ഇപ്പം പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡ് വഴിയാണ് ഇപ്പം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് വലത്തെ ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നേരത്തെ ഇപ്പോൾ ഇടയ്ക്ക് ആയിട്ടുള്ള പഴയ റോഡ് വഴിയായിരുന്നു കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് അതുവഴി ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത്തെ സൈഡിലും ഇപ്പം ഡയറക്റ്റ് ഇപ്പം കായംകുളം വരെ ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇടത്തെ സൈഡിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്ന് നേരെ 3 വരിയിലോട്ട് കയറിയായിരുന്നു നേരത്തെ കായംകുളം ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കായംകുളം ഡയറക്ഷനിലോട്ടും അതുപോലെ തന്നെ കൊല്ലം ഡയറക്ഷനിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിലിപ്പം പണികൾ, അതായത് നമ്മൾ ആലപ്പുഴ ജില്ലയെടുത്ത് കൊല്ലം ജില്ലയിലേക്ക് എടുക്കുകയാണെങ്കിൽ വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ പല സ്ഥലത്തുകൂടിയും സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലായാലും സർവീസ് റോഡിൽ കൂടെയൊക്കെ കടത്തി വിടുന്നുണ്ട്. മാത്രമല്ല ആറുവരിപ്പാതയുടെയൊക്കെ ഒരുവിധം പണി കഴിഞ്ഞ സ്ഥലത്തുകൂടിയും വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. നമ്മൾ സർവീസ് റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് സ്പീഡിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പല സ്ഥലത്തും അണ്ടർപാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടർപാസിൽ നിന്ന് ഇറങ്ങി വരുന്നവരും പോകുന്നവരും ഒന്നും ശ്രദ്ധിക്കാതെയാണ് സർവീസിലോട്ട് ചാടുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനത്തിന് മുമ്പിൽ സർവീസ് റോഡിൽ നിന്ന് ഒരു വാഹനം ഇറങ്ങി വരികയാണെങ്കിൽ നമ്മുടെ മുമ്പേ പോകുന്ന വാഹനം പെട്ടെന്ന് ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സർവീസ് റോഡിൽ കൂടി പോകുമ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തെ കൊണ്ടിട്ട് ഇടിക്കും, അത് ഉറപ്പായിട്ടും ഇടിക്കും. മാത്രമല്ല ഈ സർവീസ് റോഡിൽ കൂടി ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഒരു ബോധമില്ലാതൊക്കെയാണ്, സർവീസ് റോഡിൽ കൂടിയല്ല അണ്ടർപാസിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ശ്രദ്ധിക്കാതെയാണ് ഇറങ്ങി വരുന്നത്. പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വസമുദ്ര കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ പല സ്ഥലത്തും അണ്ടർപാസ് വരുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ സർവീസ് റോഡിൽ ബമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തുമ്പം ഇതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അണ്ടർപാസിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലോട്ട് എളുപ്പം ഇറങ്ങി പോകുന്നതിന് വേണ്ടി ഉപകരിക്കും. അത് പല സ്ഥലത്തും ഇല്ല, ചില സ്ഥലത്തൊന്നും ഇല്ല. ചില സ്ഥലത്തൊക്കെ വിശ്വസമുദ്രയുടെ പണി നടന്ന സ്ഥലത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം നേരെ കായംകുളം അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നടുക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് കടന്നു പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിപ്പം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വെള്ളക്കെട്ടായി ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എത്തുമ്പോഴും രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ കായംകുളം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ പഴയ പാലത്തിലോട്ട് കണക്ട് ചെയ്ത് കയറി പോവുകയാണ്. നമ്മൾ കായംകുളം ഭാഗത്തോട്ട് എത്തുമ്പോൾ വലത്തേ സൈഡിലുണ്ടായിരുന്ന നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കായംകുളത്തായിട്ട് എത്തുമ്പോൾ നമ്മൾ ആറുവരിപ്പാതയുടെ നിർമ്മാണമല്ല കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്, വലതുഭാഗത്തായിട്ടുള്ള പുതിയ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. അവിടെ ഇപ്പം വലുതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് അവിടുന്ന് കുറച്ച് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആറുവരിപ്പാതയുടെ നിർമ്മാണം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തെ സൈഡിലായിട്ട് ഒരു റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കായംകുളം ഭാഗത്തായിട്ടുള്ള പുതിയ പാലങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള ആറുവരിപ്പാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ്. അതിനകത്ത് തന്നെ നമ്മുടെ തൃപ്പക്കുടം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ. മാത്രമല്ല നമ്മുടെ ഇനി കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറേ സൈഡിലുള്ള കാഴ്ചകളാണ്. നമ്മുടെ കായംകുളം കായലിൻ്റെയും പിന്നെ മത്സ്യകന്യകയുടെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നയനമനോഹരമായിട്ടുള്ള നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള കായംകുളം കായലിൻ്റെയും ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് നമ്മുടെ കൂട്ടുംവാതിക്കൽ പാലമാണ് ദൂരെ കാണുന്നത്. അതിനും അപ്പുറം നമ്മൾ കാണുന്നത് അഴീക്കൽ പാലം.
ഫുൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. യൂട്യൂബിനകത്താണെങ്കിൽ നമുക്കൊന്ന് സൂം ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞേച്ച് നമ്മുടെ വനിതാ പോളിടെക്നിക് കോളേജാണ് നമ്മളിപ്പം കാണുന്നത്. അത് കഴിഞ്ഞേച്ച് നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെയും മറ്റ് പല സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും കുറച്ചും കൂടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.